ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉത്കൃതനം 2 പരീക്ഷ വരുന്നത് അല്ലേ. ഉത്കൃതനം ദിവസം 2 പരീക്ഷ വരുന്നത്, അഥവാ ഇൻറ്റഗ്രേഷൻ ഡേ 2 അല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസിൽ ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ പ്രവർത്തനം നോക്കിക്കേ. കടങ്കഥ. കടങ്കഥയ്ക്ക് അനുയോജ്യമായ ഉത്തരം യോജിപ്പിക്കൂ, എഴുതി യോജിപ്പിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ മക്കളെ, ആകാശത്തൊരു പാട്ട്, മണ്ണിൽ ഒരു തണുപ്പ്, ഇലകളിൽ ഒരു നൃത്തം. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? ആകാശത്ത് ഒരു പാട്ടാണ്, മണ്ണിൽ ഒരു തണുപ്പ്, ഇലകളിൽ നൃത്തം. എന്താണ്? നമ്മുടെ മഴയാണ് അല്ലേ. അതിലോട്ട് മക്കൾ വരച്ച് യോജിപ്പിക്കണം. മഴ എന്ന് എഴുതുകയും വേണം കേട്ടോ. അടുത്ത് നോക്കിക്കേ മക്കളെ, പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. എന്താണ് മക്കൾ ആൻസർ വരുന്നത്? താഴേക്ക് ഇനിയും ചിത്രങ്ങളുണ്ട്, നോക്കിക്കേ. ചീരയാണ് ആൻസർ വരുന്നത് അല്ലേ. എന്താണ്? ചീരയാണ് ആൻസർ വരുന്നത്. അപ്പോൾ അതിന് മക്കൾ എവിടേക്ക് വരയ്ക്കണം? ചീരയുടെ ഈ ഒരു ചിത്രത്തിലോട്ട് വേണം വരയ്ക്കാനായിട്ട്. അടുത്ത നോക്കിക്കേ മക്കളെ ചോദ്യം. അടിപാറ, നടുവടി, മേലേക്കുട. എന്താണ് ഉത്തരം? ചേനയാണ് അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ചേനയുടെ ചിത്രം മുകളിലുണ്ട്, അവിടോട്ട് വരച്ച് ചേർക്കണം കേട്ടോ. അടുത്ത നോക്കിക്കേ മക്കളെ, 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. 1000 തത്തയ്ക്ക് ഒരു കൊക്ക്. എന്താണ് ആൻസർ? നമ്മുടെ വാഴക്കുലയാണ് അല്ലേ. എന്താണ്? വാഴക്കുലയാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ കടങ്കഥ പൂർത്തീകരിക്കാൻ കേട്ടോ. അവയ്ക്ക് വരച്ച് ചേർത്താൽ മാത്രം പോരാ, അവയുടെ പേര് കൂടി എഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അവിടെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. മഞ്ഞൾ ഉത്തരം വരുന്ന ഒരു കടങ്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മഞ്ഞൾ എന്ന് ആൻസർ വരുന്ന ഒരു കടങ്കഥ. നമുക്ക് എന്ത് എഴുതാം? മണ്ണിനടിയിൽ പൊന്നമ്മ അല്ലേ. മണ്ണിനടിയിൽ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞളാണ് വരുന്നത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്രമപ്പെടുത്താം. നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ചിത്രങ്ങൾ നോക്കിക്കുക മക്കളെ. കൊയ്തെടുക്കുന്നുണ്ട് അല്ലേ. നെല്ല് കൊയ്തെടുക്കുന്നുണ്ട്, ഞാറ് നടുന്നുണ്ട്, കറ്റ മെതിക്കുന്നുണ്ട്, വിത്ത് പാകുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ കന്ന് പൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, ആദ്യം എന്താണ്? നിലം ഒരുക്കൽ, വിത്ത് വിതയ്ക്കൽ, ഞാറ് നടൽ, പിന്നെന്താണ്? നെല്ല് കൊയ്യൽ, ലാസ്റ്റ് കറ്റ മെതിക്കൽ ലാസ്റ്റ് വരൂ അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേ രീതിയിലാണ് ആ ഒരു ഘട്ടങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഇനി അതിലുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. പ്രാധാന്യം അറിയാം, വരച്ച് യോജിപ്പിക്കാം. താഴെ കൊടുത്ത ദിനങ്ങളുടെ പ്രാധാന്യങ്ങൾക്ക് അനുയോജ്യമായതിലേക്ക് വരച്ച് യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, ജനുവരി 26, ജനുവരി 30 അല്ലേ എന്നിങ്ങനെയാണ് തന്നിട്ടുള്ളത്. താഴെ ഗാന്ധി ജയന്തി, റിപ്പബ്ലിക് ദിനം, രക്തസാക്ഷി ദിനം, സ്വാതന്ത്ര്യ ദിനം അല്ലേ. അപ്പോൾ ഈ അടുത്ത് നമുക്ക് എന്ത് കഴിഞ്ഞത്? സ്വാതന്ത്ര്യ ദിനം കഴിഞ്ഞിട്ടുള്ളത് അല്ലേ. എന്നാണ്? ഓഗസ്റ്റ് 15 അതിലോട്ട് വരയ്ക്കുക. ഗാന്ധി ജയന്തി ഒക്ടോബർ 2, റിപ്പബ്ലിക് ദിനം ജനുവരി 26, പിന്നെ രക്തസാക്ഷി ദിനം ജനുവരി 30 കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ വേണം മക്കൾ വരച്ച് ചേർക്കാനായിട്ട്. അടുത്തതൊരു ചോദ്യം കൂടിയുണ്ട്. ചിത്രത്തിൽ ആര്? താഴെ കൊടുത്ത ചിത്രം നോക്കൂ. ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രം നോക്കിക്കുക മക്കളെ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് അല്ലേ. ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? അവിടെ പേര് എഴുതണം. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം? എന്തൊക്കെ കാര്യം നമുക്കറിയുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണല്ലേ അദ്ദേഹം. അത് ചിലപ്പോൾ കൂട്ടുകാർക്ക് അറിഞ്ഞിരിക്കാൻ ചെറിയൊരു പ്രയാസമുള്ള കാര്യമായിരിക്കും, എങ്കിലും ഓർത്തിരിക്കുക കേട്ടോ. നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം ജനിച്ചതെന്നാണ്? നവംബർ 14 അല്ലേ. അന്ന് നമ്മൾ എന്തോ ഒരു പ്രത്യേക ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. എന്താണ്? ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ചാച്ചാജി എന്ന് വിളിക്കുന്നു അല്ലേ. അദ്ദേഹത്തെ എങ്ങനെ വിളിക്കുന്നു? ചാച്ചാജി എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ എന്നിങ്ങനെ തുടങ്ങിയിട്ട് മക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ചിട്ട് എഴുതാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. പോസ്റ്റർ തയ്യാറാക്കാം. ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള മനോഹരമുള്ള ചിത്രമാണോ? എങ്ങനെയുള്ള ചിത്രമാണടാ? കണ്ടിട്ട് എന്താ തോന്നുന്നത്? നല്ല വൃത്തിയുള്ള ഒരു ഏരിയ ആണോ തന്നിട്ടുള്ളത്?
ആണോ? അല്ല അല്ലേ, മാലിന്യങ്ങളൊക്കെ കുന്നുകൂടിയിരിക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യണം മക്കൾ, ഒരു പോസ്റ്റർ വാക്യം തയ്യാറാക്കണം. നമുക്ക് എന്തെഴുതാം? മാലിന്യം ഇങ്ങനെ കുന്നുകൂട്ടിയിടാനായിട്ട് പാടുണ്ടോ? അലക്ഷ്യമായി വലിച്ചെറിയാനായിട്ട് പാടുണ്ടോ? ഇല്ല അല്ലേ. അപ്പം നമ്മൾ ആ ഒരു ആശയം ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാനായിട്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, മാലിന്യങ്ങൾ വലിച്ചെറിയല്ലേ, പ്രകൃതിയെ മലിനമാക്കല്ലേ. അപ്പോൾ അത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ. അപ്പം മാലിന്യം ഇതേ രീതിയിൽ അലക്ഷ്യമായി ഇടരുത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ആ ഒരു പോസ്റ്റർ വാക്യം തയ്യാറാക്കാനായിട്ട്. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അല്ലേ, എന്താണ് പറഞ്ഞത്? ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം ജലസ്രോതസ്സുകളെല്ലാം ഇപ്പം ദിനംപ്രതി മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആര് കാരണമാണ്? അതിൽ മിക്ക പങ്ക് വഹിക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ തുടങ്ങിയുള്ള സാധനങ്ങളെല്ലാം ജലസ്രോതസ്സ് പോലെയുള്ള, അതായത് പുഴ പോലെയുള്ള ജലസ്രോതസ്സുകളിൽ കൊണ്ട് കളയുന്നുണ്ട്. പിന്നെ ഒരുപാട് ഈ ഫാക്ടറികളിൽ നിന്ന് പോലുള്ള മലിനജലം നമ്മൾ എവിടേക്ക് തുറന്നു വിടുന്നുണ്ട്? പുഴയിലേക്ക് തുറന്നു വിടുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ ജലസ്രോതസ്സുകൾ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് പിന്നീട് ആർക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്? നമുക്ക് തന്നെയാണ് ദോഷമായിട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പം ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് മക്കളടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ, ജലം അമൂല്യമാണ്, ജലം മലിനമാക്കല്ലേ എന്ന് നമ്മൾ പോസ്റ്റർ വാക്യം അവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ അവിടെ എന്ത് കാര്യം കൂടി ശ്രദ്ധിക്കണം? ഇവിടെ നമ്മൾ കണ്ടില്ലേ, പോസ്റ്റർ എഴുതിയപ്പോൾ അതിൻ്റെ മുകളിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചർ കൂടിയുണ്ട് അല്ലേ. അതുപോലെ മക്കൾ സ്വയം ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കൺസെപ്റ്റിനോട് യോജിച്ച രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതിന് മക്കൾക്ക് പ്രത്യേകം മാർക്ക് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഏത് ആശയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്തത് തൊഴിലുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ തൊഴിലുപകരണങ്ങളുടെ പേര് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഇൻറ്റഗ്രേഷൻ 1 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വരാനുള്ള സാധ്യതയില്ല, മക്കൾക്ക് അറിയുന്നതാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. അതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കൂ. ചിത്രം നോക്കി തൊഴിൽ ഏതാണെന്ന് എഴുതുക. നമുക്കൊരു സൈഡിൽ ചിത്രവും തന്നിട്ടുണ്ട്, ഒരു സൈഡിൽ തൊഴിൽ എഴുതാനുള്ള കോളവും തന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ടീച്ചർ അവിടെ പേര് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ പേരില്ലാതെ ബ്ലാങ്ക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ചിത്രം നന്നായിട്ട് നിരീക്ഷിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നോക്കി വെക്കുക കേട്ടോ, നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചിത്രം നോക്കിക്കേ, നമുക്ക് പരിചയമുള്ള തൊഴിലുകൾ മാത്രമാണല്ലേ. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകളെ, അദ്ദേഹത്തിനുള്ള തൊഴിൽ എന്താണ്? ഡ്രൈവറാണ് അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, ആരുടെ ചിത്രമാണ്? തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരാളാണല്ലേ. ആരാണത്? നമ്മുടെ പോലീസാണല്ലേ. അപ്പോൾ പോലീസ് എന്ന് എഴുതാം. അടുത്ത് നോക്കിക്കേ, ആരാണ് ആൾ? ചിത്രം കണ്ടാൽ നമുക്കറിയാമല്ലേ, ഒരു ഡോക്ടറുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ മക്കളെ, എന്താണ് കാണുന്നത്? ഒരാൾ എന്തിൻ്റെ മുകളിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്? എന്ത് പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്? മരപ്പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങൾ എന്ത് എഴുതണം? മരപ്പണിക്കാരൻ എന്നുള്ളത് എന്ത് ചെയ്യുക? എഴുതുക. അല്ലെങ്കിൽ ആ മരപ്പണി എടുക്കുന്നവർ നമ്മൾ ആശാരി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ കൂട്ടുകാരുടെ ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ ഇൻറ്റഗ്രേഷൻ ഡേ 2 ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് വീക്ക്ലി 3 days ട്യൂഷൻസ് അവൈലബിൾ ആയിരിക്കും. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ട്യൂഷന് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.